മണിപ്പൂരിൽ ബോംബാക്രമണത്തിൽ കുട്ടികൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് മണിപ്പൂരിലെ ഇംഫാൽ വെസ്റ്റ് ജില്ലയിൽ ആയിരങ്ങൾ പങ്കെടുത്ത പന്തംകൊളുത്തി പ്രകടനം അക്രമാസക്തമായി. നിരോധനാജ്ഞ ലംഘിച്ച് നടന്ന പ്രതിഷേധ പ്രകടനം തടയാൻ ശ്രമിച്ച സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. ഏപ്രിൽ 7-ന് ബിഷ്ണുപൂർ ജില്ലയിലെ ട്രോങ്ക്ലോബിയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ കുറ്റക്കാരായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വ്യാഴാഴ്ച രാത്രി 7 മണിയോടെ സിഗ്ജാമിയയിൽ നിന്നാണ് ആയിരക്കണക്കിന് ആളുകൾ പന്തങ്ങളുമായി പ്രകടനം ആരംഭിച്ചത്. മുഖ്യമന്ത്രിയുടെ വസതിക്കും പോലീസ് ആസ്ഥാനത്തിനും ഏതാനും കിലോമീറ്റർ അകലെയുള്ള ചിങ്കമതിക്കിൽ വെച്ച് സുരക്ഷാ സേന പ്രകടനം തടഞ്ഞു. ഇതോടെ പ്രതിഷേധക്കാർ സേനയ്ക്ക് നേരെ തിരിയുകയും കല്ലേറുണ്ടാകുകയും ചെയ്തു. സംഘർഷം രൂക്ഷമായതോടെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സുരക്ഷാ സേന കണ്ണീർ വാതകവും ലാത്തി ചാർജും പ്രയോഗിച്ചു. സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കണ്ണീർ വാതകം മൂലമുണ്ടായ ശ്വാസതടസ്സവും നിസ്സാര പരിക്കുകളുമായി 5ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ വൈകുന്നേരം 5 മണി മുതൽ പുലർച്ചെ 5 മണി വരെ കർശനമായ നിരോധനാജ്ഞ തുടരുകയാണ്. സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം മുതലെടുത്ത് ചില വിരുദ്ധ ശക്തികൾ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്.